അല്ലേ? അഫ്ര? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൈക്രോ പ്രോസസർ മോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസസറാണ്. അതായത് മിനിമം മോഡും മാക്സിമം മോഡും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസസറാണ് 8086 എന്ന് പറയുന്ന പ്രോസസർ. സോ ഇതിൻ്റെ അകത്ത് മിനിമം മോഡും മാക്സിമം മോഡും തമ്മിൽ വ്യത്യാസം എന്താണ്? ഓക്കെ, അത് നമ്മൾ നോക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പിൻ ഡയഗ്രാം പഠിപ്പിച്ച സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, മാക്സിമം മോഡ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ കുറെ സിഗ്നൽസ് ഉണ്ടായിരുന്നു. മിനിമം മോഡ്സിന്റെ അകത്ത് ഒരു 8 സിഗ്നൽ വേറെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയെല്ലാം കോണ. ഈ ഒരു 8 സിഗ്നൽ എന്ന് പറയുന്നത് മിനിമം മോഡിനും മാക്സിമം മോഡിനും ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? മിനിമം മോഡിന് 8 സിഗ്നൽസ് തന്നെ ഹോൾഡ്, HLDA, റൈറ്റ്, എം ബാർ IO, DT ബാർ R ബാർ, ബാർ ALE, INTA ബാർ. പിന്നെ അതേപോലെ തന്നെ മറ്റേ മാക്സിമം മോഡിലാവുമ്പോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഗ്രാൻഡിന്റെ RQ/GD0 അതിന്റെ 2 എണ്ണം, ലോക്ക്, പിന്നെ 3 സ്റ്റാറ്റസ് സിഗ്നൽസ് S2 ബാർ, S1 ബാർ, S0 ബാർ, പിന്നെ 2 വേറെ സിഗ്നൽസ് QS0, QS1 എന്ന് പറയുന്ന 2 സിഗ്നൽസും ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൊ മിനിമം മോഡ് ആവുമ്പോൾ ഈ സിഗ്നൽസ് ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാക്സിമം മോഡ് ആവുമ്പോൾ ഈ സിഗ്നൽസ് ആയിരിക്കും എന്നെല്ലാം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ മോഡുകൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ്. അതായത് ഈ മിനിമം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ പ്രോസസ്സർ മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ 8086 ആണ്. ഓക്കെ, അപ്പൊ 8086 എന്ന് പറയുന്ന പ്രോസസ്സറിന് അതിന്റെ മെമ്മറിയും മറ്റ് റാം, റോം, ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പോണൻസും മറ്റ് സംഭവങ്ങളായിട്ടെല്ലാം ട്രാൻസീവേഴ്സ്, ലാച്ചസ്, ഇതായിട്ട് DMS ഇതായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു മോഡിനെ മിനിമം മോഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഒറ്റ പ്രോസസ്സർ, ആ പ്രോസസ്സർ ആയിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. ഇനി മാക്സിമം മോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോസസ്സറോ പിന്നെ ബാക്കിയുള്ള കോ പ്രോസസ്സേഴ്സോ ആവാം. ഓക്കെ, ഇപ്പൊ മൾട്ടി പ്രോസസ്സർ മോഡാണ് മാക്സിമം മോഡ് എന്ന് പറയുന്നത്. യൂണി പ്രോസസ്സർ മോഡാണ് മിനിമം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൾട്ടി പ്രോസസ്സർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ, അതായത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് മൾട്ടിപ്പിൾ പോസിബിൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് പോസിബിൾ ആണ്. എക്സാമ്പിൾ 8087, 8089 അങ്ങനത്തെ പ്രോസസ്സറുകൾ. അതായത് 8086 എന്ന് പറയുന്ന പ്രോസസ്സറുമായിട്ട് 8087 എന്ന് പറഞ്ഞ പ്രോസസ്സറിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 8086 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമുക്ക് 8087 എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സറിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 8087 ബേസിക്കലി ഒരു മാത്ത് പ്രോസസ്സറാണ്. വലിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഈ മാത്ത് പ്രോസസ്സർ, അതായത് 8087 പോലത്തെ മാത്ത് പ്രോസസ്സറുകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയോടെ ചെയ്യാം. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ 8089 പ്രോസസ്സേഴ്സ് ആവാം. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറാണ്. കുറെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. സോ നമുക്കതിപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സിനെ 8086 സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വി സേ ദാറ്റ് we are using the maximum mode. Otherwise, if only one processor or uniprocessor system ആണെങ്കിൽ we say that it's basically minimum mode. അപ്പം അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം മോഡിലും മാക്സിമം മോഡിലും നമ്മൾ എങ്ങനെ കയറുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ മോഡുകൾ ചെയ്യാറുള്ളത് എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, വീണ്ടും മാറ്റാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു പിന്നേകം എടുത്തേക്കാം. ഓക്കെ, ഇതെടുത്ത് വെക്കാം.
അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഇതിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാം ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതപ്പോഴത്തേക്ക്. എനിവേ, അപ്പൊ മിനിമം മോഡിലേക്കും മാക്സിമം മോഡുണ്ട്. ഈ മോഡിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കയറാൻ പറ്റുന്നത്? ഓക്കെ, അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇപ്പോ 8086 മൈക്രോ പ്രോസസറിന്റെ ഒരു ചിപ്പാണല്ലോ അത്. അപ്പൊ ഇതിന്റെ അത് ഈ 33ാമത്തെ പിന്ന് നിങ്ങൾക്ക് പോകണം എന്നാ കാണാം, MN ബാർ MX ബാർ. MXന്റെ മുകളിൽ ചെറിയൊരു ഡാഷ് ഇട്ട് കാണാം, അതിന്റെ അർത്ഥം MX ബാർ എന്നാട്ടോ. ഓക്കെ, ഇതുപോലെ MN ബാർ MX ബാർ. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടാൽ MN/MX ഹോൾ ബാർ എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. MN എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മിനിമം മോഡിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഈ MX എന്ന് പറഞ്ഞാൽ മാക്സിമം മോഡിന്റെ ഇൻഡിക്കേഷൻ ആണ്. സോ എപ്പോഴാണോ നമുക്ക് മിനിമം മോഡിൽ വർക്ക് ചെയ്യേണ്ടത്, ആ സമയത്ത് ഈ 33ാമത്തെ പിന്നിനെ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ VCC ആയിട്ട് കണക്ട് ചെയ്തു. ഇവിടെയല്ലേ VCC, ഈ VCC പിടിച്ചിട്ട് ഈ പിന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യാൻ പോകുന്നത് മിനിമം മോഡിലായിരിക്കും. ഓക്കെ, ഈ 33ാമത്തെ പിന്നിനെ പിടിച്ചിട്ട് ഗ്രൗണ്ട് എവിടെയല്ല ഗ്രൗണ്ട് 20ാമത്തെ പിന്നുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് അല്ലെങ്കിൽ 0 ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും മാക്സിമം മോഡത്തിലായിരിക്കും ഈ 8086 വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ ഇത് നിങ്ങൾ ഏതോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 33rd പിൻ, 33ാമത്തെ പിന്നിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് എക്സാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ 33ാമത്തെ പിന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. മിനിമം മോഡിൽ പോകണമെങ്കിൽ അതിനെ ഹൈ ആയിട്ട് കണക്ട് ചെയ്യുക, VCC ആയിട്ട് കണക്ട് ചെയ്യുക. മാക്സിമം മോഡിൽ പോകണമെങ്കിൽ 0 ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ മിനിമം മോഡിൽ കൺട്രോൾ സിഗ്നൽസ് എല്ലാം തന്നെ പ്രോസസർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, മിനിമം കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാ? കൺട്രോൾ സിഗ്നൽ ഒരു കൺട്രോൾ സിഗ്നൽ DT ബാർ R ബാർ. DT ബാർ R ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ മീനിങ് എന്താ? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക, അതിന്റെ ഷോർട്ട് കട്ടാണ് DT ബാർ. അപ്പൊ ആ കൺട്രോൾ സിഗ്നൽ. പിന്നെ ഇൻപുട്ട് M ബാർ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ സിഗ്നൽ. ഓക്കെ, M ബാർ ഇൻപുട്ട് മെമ്മറി ആയിട്ടാണോ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്, അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണോ അതിന്റെ ഇൻഡിക്കേഷൻ കൺട്രോൾ സിഗ്നൽ. RD ബാർ WR ബാർ, അതായത് റീഡ് ഓപ്പറേഷൻ ആണ് റൈറ്റ് ഓപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇന്റർനെറ്റ് ടെക്നോളജിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ കുറെ കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. ഈ കൺട്രോൾ സിഗ്നൽസ് എല്ലാം തന്നെ മിനിമം ബോർഡ് ആകുമ്പോൾ ഒറ്റ പ്രോസസ്സറേ ഉള്ളൂ അല്ലേ. അപ്പൊ ആ 8086 പ്രോസസ്സർ ആയിരിക്കും ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് മാക്സിമം ബോർഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബസ്സുമായിട്ട് 8086 മാത്രമല്ല കണക്റ്റഡ്, അത് കൂടാതെ വേറെ കുറെ പ്രോസസ്സസും അത് ആ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഫൈറ്റ് വരും, അല്ലെങ്കിൽ ഒരു ഇത് വരും. അതായത് ആരായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യാൻ? ഓക്കെ, 8086 ഇഷ്യൂ ചെയ്യണോ, 8087 ആയിരിക്കും ഇഷ്യൂ ചെയ്യുക, അതോ 8089 പ്രോസറാണ് ഇഷ്യൂ ചെയ്ത്? ഇവരെല്ലാവരും കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് മാക്സിമം മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആരാണ് കൺട്രോൾ സിഗ്നൽസ് ഇഷ്യൂ ചെയ്യുന്നത്, അവിടെ ഒരു പ്രശ്നം വരും അല്ലെ. അപ്പൊ അത് തീരുമാനിക്കുന്ന ബസ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു ചിപ്പാണ്. 8288 എന്ന് പറഞ്ഞ ഒരു ബസ് കൺട്രോളർ ചിപ്പ് ഉണ്ട്. ആ ചിപ്പായിരിക്കും തീരുമാനിക്കുന്നത് ആയിരിക്കും ഈ പറയുന്ന കൺട്രോൾ സിഗ്നൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഇരിക്കുന്നത്. ALE ഇഷ്യൂഡ് ബൈ ഓൺലി 8086, പക്ഷെ മറ്റേ കേസിൽ ബസ് കൺട്രോളർ ആയിരിക്കും. DT ബാർ R ബാർ ഇഷ്യൂഡ് ബൈ 8086 ബസ് കൺട്രോളർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇതാണ് പ്രധാനമായിട്ട് കൺട്രോൾ സിഗ്നൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി DMA കൺട്രോൾ സിഗ്നൽസ്, അതായത് DMA ഓപ്പറേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് മെമ്മറീനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം അതിനകത്ത് എടുത്ത് റീഡോ റൈറ്റോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു അധികാരം, അതിനാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ CD യോ DVD ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും?
പ്രോസസ്സർ ഇപ്പോൾ മെമ്മറി പോയിട്ട് ഓരോ റൈറ്റിംഗിന് വേണ്ടിയിട്ട് തരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ അത് ഓപ്പറേഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പറേഷൻ അത്രയ്ക്ക് സ്ലോ ആകുമ്പോൾ ഒരുപാട് സമയം പിടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോളറിന് ഈ മെമ്മറിനെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് അതിന് വേണ്ട ഡാറ്റ നേരിട്ടെടുത്ത് റൈറ്റോ റീഡോ എന്താ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ DMA കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിനിമം മോഡിലാവുമ്പോൾ ഈ DMA കൺട്രോളറിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഹോൾഡും HLD ആണ്. ഓക്കെ, അപ്പോൾ ഹോൾഡ് DMA കൺട്രോളർ എന്ന് പറഞ്ഞൊരു കൺട്രോളർ പ്രോസസ്സറിന്റെ അടുത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ഹോൾഡ്. അതായത് DMA കൺട്രോളർ പ്രോസസ്സറിന്റെ അടുത്ത് എന്താ പറയുക, എനിക്ക് മെമ്മറിയിൽ കുറച്ച് ഡാറ്റാസ് വേണം, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ബസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് DMA കൺട്രോളർ പ്രോസസ്സറിന് ഹോൾഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സറിന് മനസ്സിലാവുക, ഓക്കെ DMA കൺട്രോളറിന് തൽക്കാലം ബസ് വേണം, മെമ്മറിന്റെ അകത്ത് കുറച്ച് ഡാറ്റ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സിഗ്നൽ അയച്ച് പ്രോസസ്സറിന് പ്രോസസ്സർ എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോസസ്സർ തിരിച്ച് DMA കൺട്രോളറിന് ഒരു സിഗ്നൽ അയക്കും, HLDA. ഓക്കെ, അതായത് ഹോൾഡ് അക്നോളജ്മെന്റ് അതിന്റെ ഫുൾ ഫോം. അതായത് നീ അയച്ച ഹോൾഡ് സിഗ്നൽ എനിക്ക് കിട്ടി, അതിന്റെ അക്നോളജ്മെന്റ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് അക്നോളജ്മെന്റ് DMA കൺട്രോളറിന് അയക്കും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ DMA കൺട്രോളറിന് മനസ്സിലാവും, ഓക്കെ പ്രോസസ്സർ ആ ബസ് വിട്ട് തന്നിട്ടുണ്ട്, ഇനി എനിക്ക് വേണമെങ്കിൽ ആ ബസ് ഉപയോഗിച്ചിട്ട് ബസ് ഏറ്റെടുക്കാം. ആ ബസ് ഏറ്റെടുത്തിട്ട് എനിക്ക് മെമ്മറി പോയിട്ട് എനിക്ക് ആവശ്യമുള്ള ഡാറ്റ നേരിട്ട് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ യൂസ് ചെയ്യാനോ. അപ്പൊ അതിന്റെ സിഗ്നലാണ് ഹോൾഡ് HLDA. അത് മിനിമം മോഡിൽ. മാക്സിമം മോഡിൽ ഇതേ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന സിഗ്നൽസ് എത്തിക്കുക RQ⁻GT1 RQ⁻GT0 എന്നുള്ള സിഗ്നൽസ്. അതായത് റിക്വസ്റ്റ് ഗ്രാൻഡിന്റെ ഷോർട്ട് കട്ട് ആണ്. ആ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി മൾട്ടി പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും, മിനിമം മോഡിൽ ചെയ്യാൻ പറ്റില്ല, മാക്സിമം മോഡിൽ ചെയ്യാൻ പറ്റും. മിനിമം മോഡ് കുറച്ചും കൂടി സിമ്പിൾ സർക്യൂട്ടാ, മാക്സിമം മോഡ് കുറച്ചും കൂടി കോംപ്ലക്സ് സർക്യൂട്ടാ. കാരണം വീണ്ടും കുറെ എക്സ്ട്രാ പ്രോസസ്സേഴ്സ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യില്ലേ, അതിന്റെ ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി പ്രയാസമാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ മിനിമം മോഡിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെയിൻ സിഗ്നൽസ് ഏതൊക്കെയാണ് നമുക്കത് ഒന്നും കൂടി പരിചയപ്പെടാം. മാക്സിമം മോഡ്സിനോട് ഏതൊക്കെ സിഗ്നൽസ് ആയിരുന്നു അസോസിയേറ്റഡ് അതും നമുക്ക് ഒന്നും കൂടി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മിനിമം മോഡിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ഇത്. ഹോൾഡ്, HLDA, റൈറ്റ്, MRIO, DT⁻R⁻, ഡെൻ ബാർ, ALE, INTA. ഇത് അപ്പോൾ ഹോൾഡ് HLDA ഞാനിപ്പോൾ പറഞ്ഞു. റൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴാണോ നമുക്ക് മെമ്മറിയിൽ നിന്ന് റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയോ ചെയ്യേണ്ടത്, ആ സമയത്ത് റൈറ്റ് മോളിൽ ബാർ ഉള്ളത് ഇത് ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. അപ്പൊ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 0 വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, this particular signal is active low signal, so in order to activate that particular signal we need to give 0. Okay, ഇനി അടുത്തത് നോക്കാം, M⁻IO⁻. അപ്പോൾ M/IO⁻ മെമ്മറിയെ ഷോർട്ട് കട്ട് ആയിട്ടാണ് M എന്ന് എഴുതിയിരിക്കുന്നത്. IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ ഷോർട്ട് കട്ട്. അതായത് നിങ്ങൾക്കൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ, റീഡ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, റൈറ്റ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഇത് ആരുമായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത്? അതായത് മെമ്മറിയിൽ നിന്നാണോ നിങ്ങൾ ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നാണോ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മെമ്മറിയിലേക്കാണോ റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടാണോ റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇത് നിങ്ങൾ ആരുമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ M⁻IO. മെമ്മറിയിലേക്കാണെങ്കിൽ M/IO⁻ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് നിങ്ങൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നതെങ്കിൽ M/IO⁻ വാല്യൂ 0 ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത സിഗ്നൽ DT⁻R⁻. D എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. ഓക്കെ, D സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ, T ഫോർ ട്രാൻസ്മിറ്റ്, R ഫോർ റിസീവ്. അതായത് നിങ്ങൾ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതോ ഡാറ്റ റിസീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഇൻഡിക്കേഷൻ ആണ് ഇത്.
നിങ്ങൾ ഇതിന്റെ വാല്യൂ dt/r ബാറിന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടാൽ അതിന്റെ മീനിങ് നിങ്ങൾ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. dt/r ബാറിന്റെ വാല്യൂ നിങ്ങൾ 0 ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് നിങ്ങൾ ഡാറ്റയെ റിസീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മെയിൻലി ട്രാൻസീവറായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ ആണ്. അതെനിക്ക് പിന്നീട് വരുന്നുണ്ട്. അപ്പോ ഇത് ഇനി അടുത്തത് DN ഹോൾ ബാർ ആണ്. ഡാറ്റ എനേബിൾ എന്നാണ് അതിന്റെ ഇത്. അപ്പൊ ഡാറ്റ ബസ്സിൽ ഒരു ഡാറ്റ ഉണ്ടായതിനെ കൊണ്ട് അത് വാലിഡ് ഡാറ്റയാണെന്ന് അതിന്റെ അർത്ഥം വരുന്നില്ല. ആ ഡാറ്റ വാലിഡ് ഡാറ്റ ആണെങ്കിൽ മാത്രമേ ഒരു റാമോ റോമോ വേറെ എന്ത് ഡിവൈസ് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇപ്പൊ ഡാറ്റ ബസ്സിൽ കിടക്കുന്ന ഡാറ്റ ഒരു വാലിഡ് ഡാറ്റയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നലാണ് DEN ഹോൾ ബാർ. അതിന്റെ വാല്യൂ 0 ആകുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. ആക്റ്റീവ് ലോ സിഗ്നൽ അല്ലേ. അപ്പോൾ അതിന്റെ മീനിങ് ഇപ്പൊ ഡാറ്റ ബസ്സിൽ ഡാറ്റ കിടക്കുന്നത് അത് വാലിഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇനി ALE എന്ന് പറഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ. അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള അഡ്രസ് ആണ് അഡ്രസ് ബസ്സിൽ കിടക്കുന്നത്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ALE, അഡ്രസ് ലാച്ച് എനേബിൾ. ഓക്കെ, ALE സിഗ്നൽ. അടുത്തത് INTA, ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ്. INTR ഇൻപുട്ടിന്റെ അവിടെ ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് പ്രോസസ്സറിന് കിട്ടിയപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു, എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരാണോ ഇന്ററപ്റ്റ് അയച്ചത് അയാൾക്ക് തിരിച്ചയക്കുന്ന ഒരു ഔട്ട്പുട്ട് സിഗ്നലാണ് INTA. ആക്റ്റീവ് ലോ സിഗ്നലാണ്. 0 കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആക്ടിവേറ്റ് ആവും. ഓക്കെ, സോ ഇതാണ് നമ്മളെ മിനിമം മോഡ് സിഗ്നൽ, മിനിമം മോഡ് ഓഫ് ഓപ്പറേഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെയിൻ ടൈപ്പ് ഓഫ് സിഗ്നൽസ്. ഹോൾഡ്, HLDA, റൈറ്റ്, M/IO ബാർ, DT/R ബാർ, DEN ബാർ, ALE, INTA ബാർ. നമ്മളിത് അടുത്ത സെക്ഷനിൽ നോക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് മിനിമം മോഡ് മാക്സിമം മോഡത്തിന്റെ കാര്യം നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സിഗ്നൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. അതേപോലെ മാക്സിമം മോഡത്തെ സിഗ്നൽസ് നിങ്ങൾക്ക് കാണാം. RQ ബാർ GT എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഗ്രാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ DMA ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അവിടെ ഓക്കെ, ലോക്ക് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the lock output is used to lock peripherals of the, that is other system bus master will be prevented from gaining the system bus. അതായത് സിസ്റ്റത്തിലെ ബസ് ഇപ്പൊ തൽക്കാലം ഒരാളുടെ അടുത്ത് ആ കൺട്രോൾ ഇല്ലെന്ന് വിചാരിച്ചോ, അയാൾക്ക് ഇപ്പൊ ബാക്കിയില്ല ബസ് മാസ്റ്റേഴ്സിന് ഒന്നും തന്നെ ഈ കൺട്രോൾ വിട്ടു കൊടുക്കണം. ആ സമയത്ത് ഈ ലോക്ക് ബാർ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ബാക്കി എല്ലാ പെറിഫറൽസും ലോക്ക് ആവും. വേറെ ആർക്കും ആ പെറിഫറൽസിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സിസ്റ്റം ബസ്സിന് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. സിസ്റ്റം ബസ് ഗെയിൻ ചെയ്യുന്നതല്ല യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് യൂസ് ആണ്. S2 ബാർ, S1 ബാർ, S0 ബാർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റീഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുമായിട്ട് റീഡ് ഓപ്പറേഷൻ ചെയ്യാം, റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാം. റീഡ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ വാല്യൂ 001 സെറ്റ് ചെയ്യണം. റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ വാല്യൂ 010 സെറ്റ് ചെയ്യണം. മെമ്മറി ആയിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. മെമ്മറി ആയിട്ട് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ 101 വാല്യൂ സെറ്റ് ചെയ്യണം. റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 110 വാല്യൂ സെറ്റ് ചെയ്യണം. ഇനി അതേപോലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മൂന്നിന്റെ വാല്യൂ 011 സെറ്റ് ചെയ്യാം. പിന്നെ ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ INTA ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ വാല്യൂ 000 ആയി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റാറ്റസ് അറിയിക്കുന്ന 3 സിഗ്നൽസ് ആണ് S2 ബാർ എന്ന് പറഞ്ഞ 3 സിഗ്നൽസ്. ഓക്കെ, ഇനി നമ്മളെ ക്യൂലെ സ്റ്റാറ്റസ് അറിയിക്കുന്ന 2 വേരിയബിൾസ് ആണ് QS1 QS1ഉം QS0. ഓക്കെ, ക്യൂലെ സ്റ്റാറ്റസ് ബിറ്റ് അറിയിക്കുന്നത് അതിന്റെ വാല്യൂ 00 ആണെങ്കിൽ ക്യൂ വെറുതെ കിടക്കുക, ഒരു ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് നടന്നില്ല. 01 ആണെങ്കിൽ ഫസ്റ്റ് വൈറ്റ് ഓഫ് ഓപ്പ് കോഡ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യൂ MT ആണെങ്കിൽ 10 ആയിരിക്കും വാല്യൂ. സബ്സിക്വന്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡ് എത്തിയിട്ടുണ്ടെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ്സ് വാല്യൂ ഇസ് 11. അപ്പൊ അങ്ങനെയൊക്കെയാണ് മെയിൻ സിഗ്നൽസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് 1, 2, 3,
4, 5, 6, 7, 8 സിഗ്നൽസ് മാക്സിമം മോഡ് സിഗ്നൽസ് ഉണ്ട്. ഇതിനും അതേപോലെ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം മിനിമം മോഡ് സിഗ്നൽസ് ഉണ്ട്. ബാക്കിയെല്ലാം കോമൺ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മിനിമം മോഡ് സിസ്റ്റം നോക്കാൻ പോവാണ്. ഇനി ഇതാണ് ഒരു മിനിമം മോഡ് 8086 സിസ്റ്റം. ഓക്കെ, ഒരു മിനിമം മോഡ് 8086 സിസ്റ്റത്തിന്റെ അകത്ത് 8086 പ്രോസസ്സർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു റീഡ് മോഡ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഒരു 8086 ബേസ്ഡ് ആയിട്ടുള്ള മിനിമം മോഡ് സിസ്റ്റം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം എന്തൊക്കെയുണ്ട്. 8086 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സർ ഉണ്ട് അല്ലെ, ഇതാണ് 8086 ചിപ്പ്. ഓക്കെ, പിന്നെ ഒരു ക്ലോക്ക് ജനറേറ്റർ സെക്ഷൻ ഉണ്ട്, പിന്നെ ഒരു ഡീമൾട്ടിപ്ലക്സർ ആണ് അതുണ്ട്, ലാച്ചസ് ഉണ്ട്, മൂന്ന് ലാച്ചുകളുണ്ട്, 3 ലാച്ചുകളുണ്ട്, ട്രാൻസീവർ ഉണ്ട്, ഡിവൈസ് വിച്ച് ഇസ് capable of transmitting data as well as receiving. ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ ആണ് ട്രാൻസീവർ, 2 എണ്ണം ഉണ്ട്. പിന്നെ റാം ഉണ്ട്, റോം ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ചിപ്പ് സെലക്ട് ലോജിക് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ 8086 സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഒരൊറ്റ പ്രോസസ്സറേ ഉള്ളൂ. ആ കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ, ഒരൊറ്റ പ്രോസസ്സറേ ഉള്ളൂ. മിനിമം മോഡ് അല്ലേ, മിനിമം മോഡ് ആകുമ്പോൾ 33ാമത്തെ പിൻ M/MX ബാറിന് VCC ആയിട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ട് VCC ആയിട്ട് കണക്ട് ചെയ്തോ. ഓക്കെ, കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം. D-type flip-flops are used for separating valid address from the multiplexed address by data signal and are controlled by ALE signal. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് D-type flip-flop. ലാച്ചസ് അല്ലെ ഫ്ലിപ്പ്-ഫ്ലോപ്പ് എന്ന് പറയാം, രണ്ടെണ്ണം ശരിക്കും ഓൾമോസ്റ്റ് അനലോഗസ്. ഓക്കെ, D-type flip-flop നിങ്ങൾക്ക് കാണാം, D ആണ് ഇൻപുട്ട്, അവിടെയാണ് ഈ ഡാറ്റ ബസ് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, ബസ് ഇവിടേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം അല്ലെ. ബസ് മൈക്രോ പ്രോസസറും ലാച്ചുകളുടെ നടുവിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണ് ട്രാൻസീവറിലേക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ D-type ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ട് ക്യൂവിൽ കിട്ടും. ഓക്കെ, ഇത് ALE എന്ന് പറഞ്ഞാൽ സ്ട്രോബ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ALE കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ALE സിഗ്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ബസ്സിന്റെ അകത്ത് കിടക്കുന്ന അഡ്രസ്സ്, ഓക്കെ, ഈ ബസ്സിന്റെ അകത്ത് എന്ത് അഡ്രസ്സാണോ കിടക്കുന്നത് അത് വാലിഡ് അഡ്രസ് ആണെന്ന് ഈ ലാച്ചിന് മനസ്സിലാവും. അപ്പൊ ഈ ലാച്ചിന് അതിന് ഈ അഡ്രസ്സ് പോയി എടുക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം മൈക്രോ പ്രോസസറിന് ഇപ്പൊ റാമില് ഒരു പെർട്ടിക്കുലർ സെക്ഷനത്തെ ഡാറ്റ റീഡ് ചെയ്തെടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ മൈക്രോ പ്രോസസർ 8086 ഇതാണല്ലോ റാമിന്റെ അകത്ത് കിടക്കുന്ന ഒരു ഡാറ്റയെ റീഡ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ ആ അഡ്രസ് ബസ്സിലേക്ക് ഇടണ്ടേ. അഡ്രസ് സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ റാമിന്റെ ആ സ്ഥലത്ത് നിന്ന് ഡാറ്റ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. മൈക്രോ പ്രോസസർ അഡ്രസ് എടുത്ത് ഈ അഡ്രസ് ബസ്സിലേക്ക് അങ്ങോട്ട് ഇട്ടു. പക്ഷെ ഈ അഡ്രസ് ബസ്സിലേക്ക് അഡ്രസ് കിടന്നതിനെ കൊണ്ട് ലാച്ച് അത് എടുക്കത്തില്ല, പിക്ക് ചെയ്തെടുക്കൂല. കാരണം ലാച്ചിന് അറിയില്ല അത് വാലിഡ് അഡ്രസ് ആണോ ഇല്ലയോ. അപ്പൊ ALE സിഗ്നൽ മൈക്രോ പ്രോസസർ അതുകൂടി അങ്ങ് സ്ട്രോബ് ഇൻപുട്ടിലേക്ക് അങ്ങ് അയച്ചു കൊടുക്കും. അപ്പൊ ഇതിന് മനസ്സിലാവും ഓക്കെ ഇവിടെ കിടക്കുന്ന ഒരു വാലിഡ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ പണി. അടുത്ത ട്രാൻസീവേഴ്സ്.
ബൈ ഡയറക്ഷണൽ ബഫേഴ്സ് ആണ്. അതിനെ ഡാറ്റ ആംപ്ലിഫയേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇത് വാലിഡ് ഡാറ്റേനെ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ബാർ ഡാറ്റ ബസ് അല്ലെങ്കിൽ സിഗ്നൽസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സിഗ്നൽസ് ഉണ്ട് ഇതിനോട് അസോസിയേറ്റഡ്, DEN ഡാറ്റ എനേബിളും ആൻഡ് DT ബാർ R ബാർ. ഓക്കെ, അത് ഏത് സൈഡിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ട്രാൻസീവേഴ്സ് നമുക്ക് നോക്കാം. ഇതാണ് ട്രാൻസീവേഴ്സ്. ഇതെന്താണ്? ഡാറ്റ ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യാം. ഓക്കെ, ഈ റാമിൽ നിന്ന് അല്ലെങ്കിൽ റോമിൽ നിന്നോ, നമുക്ക് റാമിൽ നിന്നാന്ന് വിചാരിച്ചോ, റാമിൽ നിന്നോ ഡാറ്റ റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. റീഡ് ചെയ്യാണെങ്കിൽ ഡാറ്റ എങ്ങോട്ടാ? റാമിലേക്ക് വരിക ചെയ്യേണ്ടത് അല്ലെ? റീഡ് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ റാമിലേക്ക് വരിക ചെയ്യേണ്ടത്. മീൻസ് അങ്ങനെയല്ല, ഇപ്പൊ പ്രോസസ്സർ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാതെ റാമിന്റെ അകത്തുനിന്ന് ഡാറ്റ പ്രോസസ്സറിന്റെ അടുത്തേക്ക് എത്തുക ചെയ്യേണ്ടത് അല്ലെ? റാമിന്റെ അകത്ത് കിടക്കുന്ന ഡാറ്റ പ്രോസസ്സറിന്റെ അകത്തേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത്. റൈറ്റ് ചെയ്യാതെ ചെയ്യുന്നെങ്കിൽ എന്താ? പ്രോസസ്സറിന്റെ അകത്തുള്ള ഡാറ്റ റാമിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ രണ്ട് ഡയറക്ഷൻ ഉണ്ട്. ഇപ്പൊ റീഡ് ആണെങ്കിൽ ഡയറക്ഷൻ പ്രോസസ്സറിലേക്കാണ്, റൈറ്റ് ആണെങ്കിൽ ഡയറക്ഷൻ റാമിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സറിൽ നിന്ന് പുറത്തോട്ടാണ്. ഓക്കെ, അപ്പൊ അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ DT/R എന്ന് പറഞ്ഞ സിഗ്നൽ കിടക്കുന്നത്. ഡാറ്റ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുക. അതായത് റാമിലേക്ക് റൈറ്റ് ചെയ്യാതെ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ട്രാൻസീവറിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്തായിരിക്കും? ഇത് 1 ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ? അപ്പോഴല്ലേ DT/R ഈക്വൽ ടു 1 ആണെങ്കിൽ ട്രാൻസ്മിറ്റ്, ഡാറ്റ ട്രാൻസ്മിറ്റിനുള്ള മീനിങ് വരിക. അതായത് ആ സിഗ്നൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ട്രാൻസീവറിന് കമാൻഡ് കൊടുക്കുന്നത് പ്രോസസ്സർ. അപ്പൊ ട്രാൻസീവറിന് കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മനസ്സിലായി, ഓക്കെ, ഇവിടെ കിടക്കുന്ന ഡാറ്റ, ഇതിന്റെ അകത്ത് കിടക്കുന്ന ഡാറ്റ പ്രോസസ്സർ ഇവിടേക്ക് എടുത്തു വെച്ച ഡാറ്റ എന്ന് പറയുന്നത് എന്റെ പണി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അത് ട്രാൻസ്ഫർ എന്ത് ചെയ്യും? അത് റാമിലേക്ക് ആ കൺസേൺ ആയിട്ടുള്ള അഡ്രസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക ഡാറ്റ. ഓക്കെ, പക്ഷെ അതേ സ്ഥാനത്ത് പ്രോസസ്സർ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ ട്രാൻസ്ഫർ മനസ്സിലാവും, ഓക്കെ, ഡാറ്റ റിസീവ് ചെയ്യാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ഫർ എന്ത് ചെയ്യും? ഇവിടുന്ന് റാമിന്റെ അകത്തുള്ള ഡാറ്റ റിസീവ് ചെയ്തിട്ട്, അതായത് റീഡ് ഓപ്പറേഷൻ ബേസിക്കലി. ഓക്കെ, പിന്നെ DN ബാർ എന്ന് പറഞ്ഞ ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോൾ അതിന്റെ ട്രാൻസ്ഫറിന് എന്ത് മനസ്സിലാവും? ഓക്കെ, ഇവിടെ കിടക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ എനേബിൾ എന്നാണ് ഫുൾ ഫോം. അപ്പൊ ഈ ബസ്സിൽ കിടക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പൊ വാലിഡ് ഡാറ്റയാണെന്ന് ട്രാൻസ്ഫറിന് മനസ്സിലാവും. ലാച്ച് നേരത്തെ ഈ ബസ് കിടക്കുന്ന അഡ്രസ് വാലിഡ് അഡ്രസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ALE വഴി സ്ട്രോബിലേക്ക് ഇൻപുട്ട് കിട്ടിയപ്പോൾ ആണ് ലാച്ചിന് മനസ്സിലായത്, ഓക്കെ, ഇവിടെ കിടക്കുന്ന അഡ്രസ് വാലിഡ് അഡ്രസ്സാണ്. അതേപോലെ ട്രാൻസ്ഫറിന് ഇവിടെ കിടക്കുന്ന ഡാറ്റ വാലിഡ് ഡാറ്റയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഡാറ്റ എനേബിൾ ഇങ്ങോട്ടേക്ക് സിഗ്നൽ കിട്ടുമ്പോൾ മനസ്സിലാവുക ട്രാൻസ്ഫറിന്, ഓക്കെ, ഇവിടെ കിടക്കുന്ന ഡാറ്റ വാലിഡ് ഡാറ്റയാണെന്ന് അതിന് മനസ്സിലാവും. ഓക്കെ, ക്ലോക്ക് ജനറേറ്റർ. ക്ലോക്ക് ജനറേറ്റർ ഇവിടെയാണ് ക്ലോക്ക് ജനറേറ്റർ. അതായത് ബേസിക്കലി ഒരു ക്രിസ്റ്റൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ക്രിസ്റ്റൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റൽ എത്രയിൽ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സറിന് എത്ര ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, അത് ഈ ക്രിസ്റ്റൽ വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി ഉണ്ടാവില്ലേ, ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് കിട്ടിയ ഫ്രീക്വൻസിയിലാണ്, അതിനൊന്നും കൂടി ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി പ്രോസസ്സർ എത്ര ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മുടെ 8086 5 മെഗാഹെർട്സ് 8 മെഗാഹെർട്സ് 10 മെഗാഹെർട്സിലെ വർക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്നല്ലോ. ഏത് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്രിസ്റ്റൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീക്വൻസിനെ ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 4 അല്ലെങ്കിൽ ഇൻറ്റു 2 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പാരാമീറ്റർ വെച്ചിട്ട് മോഡിഫൈ ചെയ്ത് നമുക്ക് പ്രോസസ്സറിനെ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ ക്ലോക്ക് ജനറേറ്ററിന് വേണ്ടി പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ള ക്ലോക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. മെമ്മറി എന്ന് പറയുന്നത് റാമും റോമിനെയും കൂടി ചേർന്നിട്ടാണ് മെമ്മറി എന്ന് പറയുന്നത്. സാധാരണ യൂസർ മെമ്മറി എന്ന് പറഞ്ഞാൽ റാം ആണ് കുറച്ചും കൂടി, കാരണം റാം പൊതുവെ ഉപയോഗിക്കാൻ നമ്മൾ. അപ്പൊ ഈ മെമ്മറിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? CS എന്ന് പറഞ്ഞ സാധനം പിന്നുണ്ട് ഇന്ന്. CS എന്താ? ചിപ്പ് സെലക്ട്. ഇവിടെ ചിപ്പ് സെലക്ട് 2 ചിപ്പ് സെലക്ട് പിൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഡാഷ് 8 2 ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, 2 സൈഡ് 2 പാർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഒന്ന് ആക്ച്വലി ഓഡ് പാർട്ടാ. മെമ്മറിനെ ഓഡ് പാർട്ട്, ഓർഡർസ് അല്ലെങ്കിൽ ഓഡ് പാർട്ട് ആയിട്ട് മാറ്റിക്കുന്നത്, ഈവൻ പാർട്ട് ആയിട്ട് മാറ്റിക്കുന്നത്. അപ്പോൾ ഓഡ് മെമ്മറിയിലെ ഓഡ് സെക്ഷന്റെ ചിപ്പ് സെലക്ട് ആണ് CS0. മെമ്മറിയിലെ ഈവൻ സെക്ഷന് ചിപ്പ് സെലക്ട് ആണ് CS
even. Suffix o even. O means odd, e for even. Okay. അപ്പോൾ ഇനി അതേപോലെ റീഡ് ബാർ റൈറ്റ് ബാർ സിഗ്നൽസ് പിന്നുണ്ട്. റീഡ് ബാർ പിന്നില് MRD ബാർ സിഗ്നൽ കിട്ടണം, എന്നാൽ മാത്രമേ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യൂ. റൈറ്റ് ബാർ സിഗ്നൽ പിന്നില് MWR ബാർ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റാമിൽ റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി. CS ബാർ എന്ന് പറഞ്ഞാൽ റാമിന്റെ ചിപ്പിന്റെ അകത്തുള്ള ഒരു പിന്നാ. ഇതും റാമിന്റെ ചിപ്പിന്റെ അകത്തുള്ള ഒരു പിന്നാ. RD ബാറും റാമിന്റെ ചിപ്പിന്റെ അകത്തുള്ള ഒരു പിന്നാ. WR ബാറും റാമിന്റെ ചിപ്പിന്റെ അകത്തുള്ള പിന്നാ. ഈ ഓരോ പിന്നിനും കിട്ടേണ്ട സിഗ്നൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുക. CS0 ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ ഇവിടെ കിട്ടണം. CSO ബാർ കേട്ടോ. CSE ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ ഇവിടെ കിട്ടണം. MRD എന്ന് പറഞ്ഞ സിഗ്നൽ ഇവിടെ കിട്ടണം. MWR എന്ന് പറഞ്ഞ സിഗ്നൽ ഇവിടെ കിട്ടണം. എന്നാൽ മാത്രമേ കൺസേൺഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. ഇനി MRD ബാർ MWR ബാർ ഇത് ആരുണ്ടാക്കുന്നത്? അതിനാണ് ഇവിടെ DMUX കിടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ, MRD ഹോൾ ബാർ അതാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു വയർ എടുത്ത് ശരിക്കും ഈ വയർ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ താഴോട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ മൊത്തം വരച്ചു കഴിഞ്ഞാൽ ഫുൾ അലങ്കോലാവുന്നതിന് കൂടെ അവർ വരച്ചില്ല എന്നുള്ളൂ, എഴുതിയെന്നുള്ളൂ. അതേപോലെ MWR, MRD എന്ന് പറഞ്ഞാൽ മെമ്മറി റീഡ്, MWR എന്ന് പറഞ്ഞാൽ മെമ്മറി റൈറ്റ്. ഓക്കെ, ഈ കൺട്രോൾ സിഗ്നൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതാണത്. ചിപ്പ് സെലക്ട് ഓട്, ചിപ്പ് സെലക്ട് ഈവന്റ് ഇതാണ് ജനറേറ്റ് ചെയ്യുന്നത്. ചിപ്പ് സെലക്ട് ലോജിക് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ചിപ്പ് സെലക്ട് ഓട് റാമിൻ്റെത്, ചിപ്പ് സെലക്ട് ഈവൻ റാമിന്റെ. ഇത് ശരിക്കും രണ്ടെണ്ണം കൂടി എടുത്തിട്ട് ഇവിടേക്കും കണക്ട് ചെയ്യണ്ട. ഈ ചിപ്പ് സെലക്ട് CS ലോജിക്കിനെ ആരാ ഡ്രൈവ് ചെയ്യുന്നത്? BHE ബാർ. BHE എന്ന് പറഞ്ഞാൽ എന്താ? ബസ് ഹൈ എനേബിൾ. ഓക്കെ, ബസ് ഹൈ എനേബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺട്രോൾ സിഗ്നൽ ആണ്. കൺട്രോൾ സിഗ്നലും പിന്നെ അഡ്രസ്സിന്റെ A0 എന്ന് പറയുന്ന അഡ്രസ്സ് നമുക്ക് AD0 to AD15 വരെ അല്ലേ. അപ്പൊ അതിൻ്റെ അകത്തുള്ള A0 BHE ബാറും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചിപ്പ് സെലക്ട് ലോജിക് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും, അത് യൂസ് ചെയ്തിട്ട് മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് കാണാം IORD, അതെവിടാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള റീഡ് സിഗ്നൽ. IOWR അതെന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് സിഗ്നൽ. ഓക്കെ, അപ്പോ അതേപോലെ അങ്ങനെയാണ് സംഭവം. അതേപോലെ ചിപ്പ് സെലക്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ ചിപ്പ് സെലക്ട് ഇല്ലേ, CS, അതാണ് ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ചിപ്പ് സെലക്ട് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ചിപ്പ് സെലക്ട് ലോജിക് ജനറേറ്റ് ചെയ്ത് അത് ഇവിടേക്കാണ് വരേണ്ടത്. ഓക്കെ, ഓക്കെ, റോമിൻ്റെത് അതേപോലെ റീഡ് ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് എനേബിൾ എന്ന് പറഞ്ഞ പിന്നില് MRD ബാർ വരണം. ചിപ്സ് അതിനും ഓഡ് മെമ്മറിയും ഈവൻ മെമ്മറിയും ഉണ്ട്. അതാണ് CSO CSE എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മൊത്തം കാര്യങ്ങൾ. ഓക്കെ, മിനിമം മോഡിലെ സിസ്റ്റം ഓർഗനൈസേഷൻ ആണ് കണ്ടത്. ഇനി ടൈമിംഗ് ഡയഗ്രാമിൽ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, A0A6 നിങ്ങളെ ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റിലേക്ക് സിലബസ് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സിലബസിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം മോഡ് ആൻഡ് മാക്സിമം മോഡ് കോൺഫിഗറേഷൻസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മിനിമം മോഡും മാക്സിമം മോഡത്തിന്റെ കോൺഫിഗറേഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ കുറെ ഒരു ടേം ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോദിച്ചെന്ന് വരാം. സിസ്റ്റത്തിന്റെ മിനിമം മോഡിന്റെ കോൺഫിഗറേഷൻ, അതേപോലെ മാക്സിമം മോഡത്തിന് ഒരു ഫിഗർ ഉണ്ടാവും. ഓക്കെ, 2 ഫിഗർ ആയ. ഇനി മിനിമം മോഡത്തിന് റീഡ് ഓപ്പറേഷന്റെ റൈറ്റ് ഓപ്പറേഷന്റെ ടൈമിംഗ് ഡയഗ്രാം ഉണ്ട്. ഓക്കെ, മിനിമം മോഡത്തിന്റെ മാത്രം പറയാൻ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. പിന്നെ മിനിമം മോഡത്തിന്റെ റീഡിന്റെ ടൈമിംഗ് ഡയഗ്രാം, അതായത് ഇങ്ങനെ ഒരു സാധനം. ഓക്കെ, ഇതേപോലെ മിനിമം മോഡത്തെ റൈറ്റിന്റെ ഒരു ഡയഗ്രാം ഉണ്ട്, അതായത് ഇങ്ങനെ ഒരു സാധനം. അതായത് 3 സാധനം നിങ്ങൾ പഠിക്കണം മിനിമം മോഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ മാക്സിമം മോഡിൽ അപ്പൊ 6 ഡയഗ്രാം നിങ്ങൾ പഠിക്കാനുണ്ട്, അത് ചെയ്യാനുണ്ട്. പക്ഷെ അത് എല്ലാം കൂടെ പഠിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആവും. പ്രത്യേകിച്ച് ടൈമിംഗ് ഡയഗ്രാം മൊത്തം ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോ കൺഫ്യൂഷൻ ആവും. അപ്പൊ അത്
എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്ത് പഠിക്കുക. എങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പറയില്ല നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടത്, പക്ഷെ ഇത് പൊതുവെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു സംഭവമാണ്. നമ്മളെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു കേട്ടോ, കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. അയ്യോ, ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് 8086 ഇൻ മിനിമം മോഡ് കോൺഫിഗറേഷൻ. ഇപ്പം നമ്മൾ പഠിച്ച ഡയഗ്രാം ആണ് ശരിക്കും അത് എഴുതണ്ട്, വരയ്ക്കേണ്ടത് 6 മാർക്കിൽ. ഓക്കെ, ചോദിച്ചിരിക്കുന്നു. ഡ്രോ റൈറ്റ് ടൈമിംഗ് ഡയഗ്രാം ഓഫ് 8086 ഇൻ മിനിമം മോഡ്. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതും ടൈമിംഗ് ഡയഗ്രാമാണ്. ഇത് റീഡിന്റെ ടൈമിംഗ് ഡയഗ്രാമാണ്. മിനിമം മോഡിന്റെ റീഡ് ഇതേപോലെ റൈറ്റ് സൈക്കിളിന്റെ ടൈമിംഗ് ഡയഗ്രാമും ഉണ്ട് മിനിമം മോഡിൽ. ഈ ക്വസ്റ്റ്യൻ പ്രകാരം അവർ ചോദിച്ചു ഡ്രോ റൈറ്റ് ടൈമിംഗ് ഡയഗ്രാം ഓഫ് 8086 മിനിമം മോഡ്. അപ്പൊ ഈ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അതും 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഡ്രോ മിനിമം മോഡ് കോൺഫിഗറേഷൻ ഓഫ് 8086, 8 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ പഠിച്ച ഡയഗ്രാം വരക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ റീഡും റൈറ്റിന്റെ ടൈമിംഗ് ഡയഗ്രാം കൂടി വരച്ചിട്ട് അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണം. അത്ര സംഭവം ഉണ്ട്. അത് സ്ഥിരം ഇപ്പോൾ മിനിമം മോഡ് സ്ഥിരം ചോദിക്കുന്നത് കാണുന്നത്, മാക്സിമം മോഡ് എവിടെയും ചോദിക്കുന്നത് കാണുന്നില്ല. സ്പെസിഫൈ എനി 6 സിഗ്നൽ റിലേറ്റഡ് ടു മിനിമം മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് 8086. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത്. ഏതാ 6 സിഗ്നൽസ്? മിനിമം മോഡിലെ 6 സിഗ്നൽസ്. ഇതിന്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡ്രോ റീഡ് ടൈമിംഗ് ഡയഗ്രാം ഓഫ് മിനിമം മോഡ്, അതായത് മറ്റേതും ചോദിച്ചു. അപ്പോ ടൈമിംഗ് റൈറ്റും ചോദിച്ചു കേട്ടോ. വീണ്ടും എക്സ്പ്ലെയിൻ ദ മിനിമം കോൺഫിഗറേഷൻ. എത്ര മാർക്കാ? 8 മാർക്കിനാ വരും. ഇത് പിന്നെ നിങ്ങളുടെ പേപ്പർ അല്ല, കമേഴ്ഷ്യൽ പ്രാക്ടീസിന്റെ പേപ്പറാ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ടെക്നോളജി. ഇതിൻ്റെ അകത്ത് മിനിമം മോഡ് ഓഫ് കോൺഫിഗറേഷൻ ചോദിച്ചു. അപ്പോൾ മാക്സിമം മോഡ് എവിടെയും ചോദിച്ചായിട്ട് കാണുന്നില്ല, പക്ഷെ സിലബസിൽ നിങ്ങളുടെ ഉണ്ട് ഇതേപോലെ. തൽക്കാലം ഞാൻ മിനിമം മോഡിനെ പഠിപ്പിക്കാം. മാക്സിമം മോഡിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ സ്റ്റാറ്റസ് സിഗ്നലിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നിങ്ങളുടെ മിനിമം മോഡ് പഠിച്ചതിന് ശേഷം നോക്കുക, അതേ മൊത്തം കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോ ഈ ടൈമിംഗ് ഡയഗ്രാമിൽ നമ്മുടെ മിനിമം മോഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ഇല്ലേ, ഏതൊക്കെയായിരുന്നു? ഹോൾഡ്, HLD അതില്ല. റൈറ്റ് മെമ്മറി നിങ്ങൾക്ക് കാണാം. ഏതാ? DN ബാർ, റീഡ്, DT ബാർ, R ബാർ, ALE, M ബാർ, IO ബാർ. ഇതൊക്കെയാണ് മെയിൻ കൺട്രോൾ സിഗ്നൽസ്. അപ്പൊ നമ്മളിവിടെ ഒരു ക്ലോക്ക് വരച്ചിട്ട് ഓരോ ക്ലോക്കിന്റെ ഓരോ സൈക്കിൾ T1, T2, T3, T4 ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റീഡ് ഓപ്പറേഷൻ്റെ അകത്ത് ഇതിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മിനിമം മോഡിൽ റീഡ് ഓപ്പറേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോസസറിന്റെ റീഡ് ഓപ്പറേഷൻ. അപ്പൊ പ്രോസസറിന്റെ റീഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മെഷീൻ ആ റീഡ് ഓപ്പറേഷൻ്റെ അകത്ത് ആ ഒരു മെഷീൻ സൈക്കിളിൻ്റെ അകത്ത് 4 T സ്റ്റേറ്റ്സ് ഉണ്ടാവും. T1, T2, T3, T4. അതായത് T1, T2, T3, T4 എന്ന് പറഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്സും കൂടി ചേർന്നതായിരിക്കും ഒരു റീഡ് സൈക്കിളിന്റെ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റീഡ് ഓപ്പറേഷന്റെ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റിലും എന്ത് സംഭവിക്കുന്നു, ഓരോ കൺട്രോൾ സിഗ്നൽസും എന്ത് സംഭവിക്കുന്നു, എവിടെ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ടൈപ്പിംഗ് ഡേറ്റ് ബേസിക്കലി H3H6 ഓപ്പ് കോഡ് ഫെച്ചും റീഡും ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് അവർ റീഡും റൈറ്റ് ഓപ്പറേഷൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് അതാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. ആദ്യം തന്നെ ക്ലോക്ക് വരച്ചു. ഓക്കെ, ഈ ക്ലോക്കിൻ്റെ അകത്ത് ഇപ്പോ ഇവിടെ ഒരു ചെറിയ ചെരിഞ്ഞും കൊണ്ടില്ല ക്ലോക്കാണ് വരച്ചേട്ടോ, അല്ലാതെ ഒരു കറക്റ്റ് ഒരു അല്ല വരച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരിക? ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പൾസ് പോലെയായിരിക്കും കാണിക്കുന്നത്, റെക്ടാങ്കുലർ പൾസ് പോലെയായിരിക്കും കാണിക്കുന്നത്. ചില ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടായിരിക്കും. നിങ്ങൾ ഏത് പഠിച്ചാലും കുഴപ്പമില്ല. ചിലതിൽ T1 തുടങ്ങുന്നത് പോസിറ്റീവ്, പിന്നെ ലാസ്റ്റിലേക്കാണ് നെഗറ്റീവ്. ചില ഇതിൽ നെഗറ്റീവ് തുടങ്ങുന്നു പോസിറ്റീവിലാണ്. അപ്പൊ അതൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ക്ലോക്ക് അതാണ്. ഇനി നമുക്ക് ഓരോ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് T1, T2, T3, T4 ഈ 4 T സ്റ്റേറ്റ്സും കൂടി ചേർന്നാണ് റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന മെഷീൻ സൈക്കിൾ. T1 എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ പ്രൊസസ്സറിന് മെമ്മറിയിൽ നിന്ന് ഒരു സാധനം റീഡ് ചെയ്തേക്കണം. ഓക്കെ, പ്രൊസസ്സറിന്, അതായത് ഈ H0H6 റാമിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സാധനം റീഡ് ചെയ്തിട്ടാണ് വെച്ചോ. അപ്പൊ എന്താ ചെയ്യാ? അഡ്രസ് ഓഫ് ലൊക്കേഷൻ ടു ബി ആക്സസ്ഡ് ഈസ് ബേസ്ഡ് ഓൺ AD0 to AD15 ആൻഡ് A16 to A19. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം അഡ്രസ് ബസ് എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വേണ്ടി AD0, AD1, AD2, AD3 അങ്ങനെ A14 വരെ ഉണ്ട്, AD15, AD16, AD17, AD18, AD19. ശരിക്കും 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് അല്ലേ? അപ്പോൾ AD19 വരെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് സാധാരണ AD15, അതായത് നമ്മൾ 16 ബിറ്റ് അഡ്രസ് ബസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ബാക്കി സ്റ്റാറ്റസും ആയിട്ട് ഷെയർഡ് ആണ്, അഡ്രസ് ഓർ സ്റ്റാറ്റസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിവേ, അപ്പൊ അഡ്രസ് ആദ്യം തന്നെ അഡ്രസ് ബസ് കയറ്റി എന്ന് പറയുന്നത്. അപ്പൊ T1 സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അഡ്രസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം AD15 to AD0. അപ്പോൾ T1 സ്റ്റേറ്റിൽ അഡ്രസ് കയറിയിട്ടുണ്ട് AD15 to AD0. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇപ്പൊ നോക്കിയ ക്ലോക്ക് സിഗ്നൽ ഒരൊറ്റ ലൈനാണുള്ളത്, റെഡി സിഗ്നൽ ഒരു ലൈനാണുള്ളത്, DIN ബാർ ഒരു ലൈനാണുള്ളത്, RD ബാർ ഒരു ലൈനാണുള്ളത്, DT ബാർ R ബാർ ഒരൊറ്റ ലൈനാണുള്ളത്, ALE ഒരു ലൈനാണുള്ളത്. ഈ ആകെ ഈ 3 സാധനത്തിന് മാത്രമേ ഡബിൾ ലൈൻ ഉള്ളത്. ഇവിടെ താഴത്തിനും മുകളിലും ഇങ്ങനെ ഡബിൾ ലൈൻ. അതെന്താ ഇൻഡിക്കേറ്റ്? M/IO ബാറിന് ശരിക്കും ഒറ്റ ലൈൻ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ട് ഡബിൾ ലൈൻ വരച്ചാൽ ഞാൻ പറയാം, അതൊരു എക്സെപ്ഷനാണ്. അല്ലാതെ ഈ രണ്ടെണ്ണത്തെ കേസ് ഞാൻ പറയാം. സാധാരണ ഒരു വേരിയബിളിന്, ഫോർ എക്സാമ്പിൾ റെഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് വിചാരിച്ചോ. ഓക്കെ, ഈ കാണുന്ന റെഡി, ഇതിന്റെ വാല്യൂ ഒന്നെങ്കിൽ 1 ആവാം അല്ലെ 0 ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. T1 സ്റ്റേറ്റിൽ അതിന്റെ വാല്യൂ 0, T2 അതിന്റെ വാല്യൂ 0 ആണ്, ലാസ്റ്റിലേക്ക് പിന്നെ 1ലേക്ക് വരുന്നു, 1ലേക്ക് പോകുന്നു. അങ്ങനെ, അതായത് ഇതിന്റെ ഈ റെഡി എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെ 0 ആയിരിക്കും. അതേപോലെ DIN ബാറിന്റെ വാല്യൂ ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെ 0 ആയിരിക്കും. 1 ബിറ്റ് സിഗ്നൽസ് ആണ്. ഇത് 1 ബിറ്റ്, ഇത് 1 ബിറ്റ്, 1 ബിറ്റ്, ഇതെല്ലാം ഇതിന്റെ അതേപോലെ 1 ആവാം അല്ലെ 0 ആവാം, അത്ര. അതുകൊണ്ട് അങ്ങനെ 1 ബിറ്റ് ആയിട്ടുള്ള വേരിയബിൾസിന്റെ എല്ലാത്തിനും ഒരൊറ്റ ലൈൻ ഉണ്ടാവും ഇവിടെ ശരിക്കും. പക്ഷെ AD15 to AD0 എന്ന് പറയുന്ന ഒരു 16 ബിറ്റ് സാധനമാണ് അല്ലെ, ഒരു 16 ബിറ്റ് സാധനമാണ് അത്. AD15 to AD0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 0100 0001 1111. ഇതുപോലത്തെ ഒരു 16 ബിറ്റ് സാധനമാണ് അത്, AD0 to AD15 എന്ന് പറയുന്നത്. പിന്നെ അത് ചിലതൊക്കെ 1 ആണ്, ചിലതൊക്കെ 0 ആണ്. 0, അപ്പൊ 0 1 എല്ലാം കലർന്നിട്ടുള്ള സാധനമാണ്. അപ്പൊ 1 ഇത് ഫുള്ള് 1 ആയിരുന്നെങ്കിൽ നമുക്കൊരു സംശയം വേണ്ട, നമുക്ക് എങ്ങനെ വെച്ചാൽ മതിയാണ്, ഇതിന് ഹൈയിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് ഹൈ ആയിട്ട് കാണിച്ചാൽ മതിയാണ്. പക്ഷെ ഇതിപ്പോ
അതിൻ്റെ അകത്ത് വേരിയബിളിൻ്റെ അകത്ത് 0ഉം 1ഉം എല്ലാം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ 0 ഇങ്ങനെ ഹൈ ലോ ആയിട്ട് കാണിക്കുന്നത് 2 ലൈൻ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആ രണ്ട് ലൈൻ അതുകൊണ്ട് തന്നെ ഡ്വൽ ലൈൻ ആയിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡ്വൽ ആയിട്ട് അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ബിറ്റിന്റെ 1 ബിറ്റ് സിഗ്നൽ അല്ല, കുറെ ബിറ്റുകൾ ചേർന്നാണ്. എം ബാർ IO ബാർ അങ്ങനെയാണ്, ഒറ്റ 1 ബിറ്റ് സിഗ്നലാണ്. M/IO ബാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയാം, M/IO ഇതാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം. ഈ ടൈമിംഗ് ഡയഗ്രാം കേട്ടോ, ഇതിന്റെ വാല്യൂ ഒന്നെങ്കിൽ 0 ആവാം ഓർ 1 ആവാം. ഇതിൽ ഇല്ലെങ്കിൽ ഒന്നായിരിക്കും ഇതിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1 ആയിരിക്കാം അല്ലെങ്കിൽ 0 ആയിരിക്കാം. ഓക്കെ, എപ്പോഴാണോ ഈ M/IO ബാറിന്റെ വാല്യൂ 0 ആവുന്നത്, അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. എപ്പോഴാണോ M/IO ബാറിന്റെ വാല്യൂ 1 ആവുന്നത്, അപ്പോൾ മെമ്മറി ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. എനിവേ അറ്റ് എ ടൈം ഇതിന്റെ വാല്യൂ ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അതായത് 1 ബിറ്റ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ശരിക്കും ഇതിന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ താഴത്തെ ലൈൻ ഇങ്ങനെ ഇത് മാത്രം വരച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ മുകളിലത്തെ ലൈൻ ഇത് മാത്രം വരച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അപ്പൊ ഇതിനെ പോലെ ഇതിനെ പോലെ ഒരൊറ്റ ലൈൻ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ 2 ലൈൻ വരച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളടുത്ത് നമ്മളിപ്പോ എന്താ പഠിക്കുന്നത്? മിനിമം മോഡിന്റെ റീഡ് സൈക്കിൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ടൈമിംഗ് ഡയഗ്രാം പഠിക്കുന്നത് അല്ലെ? മിനിമം മോഡില് റീഡ് സൈക്കിളിന്റെ ടൈമിംഗ് ഡയഗ്രാം എങ്ങനെയായിരിക്കും പഠിക്കുന്നത്. പക്ഷെ റീഡ് എന്ന് പറയുമ്പോൾ എവിടുന്ന റീഡ് ചെയ്യുന്നത്? മെമ്മറിയാണോ ഇൻപുട്ട് ഔട്ട്പുട്ടിനാണോ? അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഇത് മെമ്മറിയിൽ ഒരു സാധനം റീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം ഇങ്ങനെ തന്നെയാ, ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ടൈമിംഗ് ഡയഗ്രാം ഇങ്ങനെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഈ മെമ്മറിയിൽ നിന്നാണോ റീഡ് ചെയ്തെടുക്കുന്നത് അതോ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്നത് കൃത്യമായിട്ട് പറയാത്തത് കേട്ടാൽ രണ്ടിടത്തിന്റെയും കൂടി ലൈൻ വരച്ചിരിക്കുന്നതാണ് ഇവിടെ. അതുകൊണ്ട് ഇതിന് 2 ലൈൻ വരച്ചിരിക്കുന്നത്. മെമ്മറിയിൽ നിന്നായിരുന്നെങ്കിൽ ഏതോ ഒന്ന് വരച്ചാൽ മതിയായിരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ടിലാണെങ്കിൽ ഏതോ ഒന്ന് വരച്ചാൽ മതി. നമുക്കിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന്, നമുക്ക് ജനറൽ ഡയഗ്രാം അതുകൊണ്ട് ഇത് 2 ലൈനും വരച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇനി ഇതിന്റെ ഓരോന്ന് നോക്കാം. T1 സൈക്കിളിൽ എന്താ സംഭവിക്കുന്നു നോക്കാം. അതായത് ഈ T1 സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഈ T1 സൈക്കിൾ അപ്പൊ ആദ്യം തന്നെ അഡ്രസ് എന്ത് ചെയ്തു? പ്രോസസർ ഈ അഡ്രസ് ബസ്സിൽ വെച്ചു. ഓക്കെ, അപ്പോ പിന്നെ BHE bar is high or low depending on the type of data. BHE bar എന്താ സാധനം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. BHE bar ഓക്കെ, ഹയർ ഓർഡറിനെ ആക്ടിവേറ്റ് ചെയ്യണോ വേണ്ടിയോ? ഓക്കെ, കറന്റ് യൂസ്ഡ്. ഓക്കെ, അതായത് ആയല്ലോ. അപ്പോ ഇത് ഇതിപ്പോ 16 D0 D1 D2 D3 D4 D5 D6 D7 D8 D9 D10 D11 D12 D13 D14 D15. ഓക്കെ, അപ്പൊ D0 തൊട്ടിട്ട് D7 വരെ 8 ബിറ്റ് ഡാറ്റനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 16 ബിറ്റ് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം റീഡ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ 8 ബിറ്റ് ഡാറ്റ ആയിട്ടാണോ റീഡ് എടുക്കേണ്ടത് മെമ്മറിയിൽ നിന്ന്, അത് 16 ബിറ്റ് ഡാറ്റ ആയിട്ടാണോ റീഡ് ചെയ്തെടുക്കുന്നത്? അത് എന്റെ ഇഷ്ടമാണ്. ഓക്കെ, എന്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ മെമ്മറിയിൽ നിന്ന്, അതായത് പ്രോസസ് റീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് 8 ബിറ്റ് ആയിട്ട് റീഡ് ചെയ്തെടുക്കാം, 16 ബിറ്റ് ആയിട്ട് റീഡ് ചെയ്തെടുക്കാം. അപ്പൊ ഈ പറയുന്ന BHE ബാർ അതിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് സെറ്റ് ചെയ്യല. ഒന്നുകിൽ നിങ്ങൾക്ക് 8 ബിറ്റ് റീഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 16 ബിറ്റ് സെറ്റ് ചെയ്ത് റീഡ് ചെയ്തെടുക്കാം. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാ റീഡ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെറ്റ് ചെയ്യല. അതായത് ഈ BHE_S7 വാല്യൂ 0 ആണെങ്കിൽ ഹയർ ഓർഡർ D8 to D15 ഡാറ്റ ബസ് ഇസ് കറന്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ. അതായത് BHE ബാറിന്റെ വാല്യൂ 0 ആണെങ്കിൽ മൊത്തം 16 ബിറ്റ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. D8 to D15 യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വേർഡ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ BHE ബാറിന്റെ വാല്യൂ 1 ആണെങ്കിൽ 8 ബിറ്റ് ആയിട്ടായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റീഡ് ചെയ്തെടുക്കുന്നത് മെമ്മറിയിൽ നിന്ന്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ടൈമിംഗ് ഡയഗ്രാമിൽ BHE ബാർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. BHE_S7 എന്നാണ് അതിന്റെ വാല്യൂ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഹൈയോ ലോവോ, നമുക്ക് ഡാറ്റ ആയിട്ടാണോ ഒരു ബൈറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ വേർഡ് ആയിട്ടാണോ ആക്സസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് അതിന്റെ വാല്യൂ സെറ്റ് ചെയ്യാം. അതും നടക്കുന്നത് T1 സൈക്കിളിന്റെ ഉള്ളിലാണ്. എന്നിട്ട് ALE ഈസ് അസേർട്ടഡ്, അതായത് എന്നിട്ട് ഇപ്പൊ അഡ്രസ് ഇതിൻ്റെ അകത്തേക്ക് വിട്ടു. BHE ബാറിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പൊ 0 ആണെങ്കിൽ 0 ആണെങ്കിൽ 16 ബിറ്റ് റീഡ് ചെയ്തെടുക്കാം, അത് പ്രൊസസർ ഇങ്ങോട്ടേക്ക് വിടും. 1 ആണ് 8 ബിറ്റ് ആയിട്ട് റീഡ് ചെയ്താൽ മതി, അതും ഇങ്ങോട്ടേക്ക് വിടും. അഡ്രസ് AD0 to AD15 ഇതിൻ്റെ അകത്തേക്ക് കയറ്റുകയും ചെയ്യും. എന്നിട്ട് ഇത് രണ്ടെണ്ണം കഴിഞ്ഞ ശേഷം ALE സിഗ്നൽ കൊടുക്കും. ALE സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴാണ് ലാച്ചിന് മനസ്സിലാവുക, ഓക്കെ ഈ ബസ്സിന്റെ അകത്ത് കിടക്കുന്ന അഡ്രസ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ് മനസ്സിലാവും. ഇതെല്ലാം എപ്പോഴാണ് നടക്കുന്നത്? T1 സൈക്കിളിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോ ഈ M_IO സിഗ്നൽ എവിടെ? ഇത്. അപ്പോ M_IO സിഗ്നൽ T1 സൈക്കിളിൽ എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ ഹൈ ആവും, നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് ഇങ്ങനെ ഹൈ ആയി പോവാം, അല്ലെങ്കിൽ ഹൈ ആണെങ്കിൽ ലോ ആവാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ഈ ലൈനായിട്ട് ഇങ്ങനെ ഇതാവും, അല്ലെങ്കിൽ ഈ ലൈനായിട്ട് ഇങ്ങനെ ആവും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്നാണോ റീഡ് ചെയ്തെടുക്കുന്നത് അതോ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന്, അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൽ ഏത് വേണം തീരുമാനിക്കുന്നത്. നിങ്ങൾക്കിപ്പോ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നാണ് റീഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സാധനം T1 ലോ ആവും. M/IO ബാറിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. അതേസമയം മെമ്മറിയിൽ നിന്നാണ് നിങ്ങൾക്ക് റീഡ് ചെയ്തെടുക്കുന്നെങ്കിൽ ബൈ ഡീഫോൾട്ട് വാല്യൂ ഇതാണെങ്കിൽ അത് ഹൈ ആവും. ഹൈ ആവുമ്പോൾ മെമ്മറി ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. എനിവേ അത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ലോന്ന് ഹൈ ആയാലും ഹൈ ലോ ആയി കഴിഞ്ഞാലും T1 to T4 വരെ അതിന്റെ വാല്യൂ അതായിരിക്കും. അതായത് അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി DT_R_, ഓക്കെ, DT_R എന്ന് പറയുന്ന സിഗ്നൽ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്സീവറിലേക്ക് കിട്ടും. ട്രാൻസ്സീവറിന് ഓൾറെഡി എന്ത് മനസ്സിലായി? ബസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വാലിഡ് അഡ്രസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ALE കിട്ടിയപ്പോൾ ലാച്ചിന് ALE കിട്ടിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള അഡ്രസ് ആണ് ഇതും മനസ്സിലായി. എന്നിട്ട് DT_R അത് പിന്നെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനം. ഓക്കെ, അത് ഈ T1 സൈക്കിൾ തന്നെ അത് ലോ ആവുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ലോ ആവുമെന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഏത് ഓപ്പറേഷൻ അപ്പോൾ പഠിക്കുന്നത്? ഇവിടെ പോയി റീഡ് ഓപ്പറേഷൻ അല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലെ? ട്രാൻസ്സീവറിന് ഡാറ്റ കാര്യങ്ങൾ നോക്കുന്നത്, ലാച്ചാണ് അഡ്രസ്സിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ ട്രാൻസ്സീവറിന് അറിഞ്ഞിരിക്കണം ഞാൻ ഡാറ്റ ഇങ്ങോട്ടേക്ക് റീഡ് ചെയ്തെടുക്കാന്ന് എന്റെ റൈറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ DT_R T1 സൈക്കിളിൽ ലോ ആയി കഴിയുമ്പോൾ ലോ ആകുമ്പോൾ R ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അതായത് റീഡ് ഓപ്പറേഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്സീവറിന് മനസ്സിലാവും പ്രോസസർ ആഗ്രഹിക്കുന്നത് റാമിൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിലത്തെ സാധനത്തിൽ റീഡ് ചെയ്തെടുക്കാനുള്ള കമാൻഡ് ഇതിന് കിട്ടും. ഇത്രയും സാധനങ്ങൾ ഇത്രയും കാര്യങ്ങൾ T1 സൈക്കിളിൽ നടക്കും. ഇനി T2 സൈക്കിളിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ബസ്സിൽ ഇപ്പം എന്ത് കിടക്കുക? അഡ്രസ് ഒക്കെ അല്ലേ? ലാച്ചിന് മനസ്സിലായില്ലാത്ത അഡ്രസ്സാണ്, വാലിഡ് അഡ്രസ്സാണ്. ലാച്ച് അത് എടുത്തു വെച്ചു. ഓക്കെ, ലാച്ച് അത് എടുത്തു വെച്ചു. T1 സൈക്കിളിൽ തന്നെ അന്ന് ALE സിഗ്നൽ കിട്ടിയതിന് ശേഷം ലാച്ച് ഈ അഡ്രസ് എടുത്തിട്ട് അതിനകത്ത് കയറ്റി വെക്കും. പിന്നെ ഈ അഡ്രസ് ബസ്സിലേക്ക് വിടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ T2 സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ലാച്ചിന് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയായിരുന്നു പ്രോസസർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത്. ലാച്ചിന് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുള്ള അഡ്രസ്സ് അത് റിമൂവ് ചെയ്യും. ഇനി അവിടെ ഈ അഡ്രസ് ബസ്സിനകത്ത് വെറുതെ അഡ്രസ് അല്ലെങ്കിൽ അഡ്രസ് ബാർ ഡാറ്റാ ബസ്സിനകത്ത് വെറുതെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോസസർ അത് റിമൂവ് ചെയ്യും T2 സൈക്കിളിൽ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കാണുന്ന ഫ്ലോട്ട് നെയ്തിരിക്കുന്നത്.
T2 സൈക്കിളിന്റെ ഏകദേശം പകുതിയൊക്കെ എത്തുമ്പോൾ ആ അഡ്രസ് എടുത്തു കഴിയും. അപ്പൊ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബസ്സിന്റെ അവസ്ഥ ട്രൈ സ്റ്റേറ്റഡ് ബസ് എന്നാ പറയാ. ഇതെന്താ പ്രശ്നം പറഞ്ഞാൽ ഡിജിറ്റലില് ഒന്നുകിൽ 0 ഉണ്ട് അല്ലെ 1 ഉണ്ട്, അല്ലെ? ഒന്നുകിൽ ഉണ്ട് 0 ഉണ്ട് അല്ലെ 1 ഉണ്ട്. നമുക്ക് ഈ 0 അവസ്ഥ, അതായത് ഓഫ് ആക്കി ഇടണമെന്നുള്ള അവസ്ഥ പോലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രൈ സ്റ്റേറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ വെറുതെ മണ്ണാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിവൈസ് അത് ഡാറ്റ അറിയിച്ചിട്ട് അതിനെടുത്തുണ്ടോ. വെറുതെ ഡാറ്റ ബസ്സിൻ്റെ അകത്ത് 0 ഈ ബസ്സിനകത്ത് വെറുതെ 0 കിടക്കുകയാണെങ്കിൽ 0 1 ചിലപ്പോൾ വേറെ ഡിവൈസുകൾ ഒരു പുതിയ ഡാറ്റ വന്നാന്ന് വിചാരിച്ചിട്ട് അതിനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്, ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്തപ്പോ ട്രൈ സ്റ്റേറ്റ് ആക്കിയത്. ട്രൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 1 അല്ലാത്തൊരു സ്റ്റേറ്റിലങ്ങ് ഇതാക്കിയേക്കും, അതായത് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് എന്നാ പറയാൻ. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് നിന്ന് ആർക്കും ഒന്നും എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഒന്നും ഇടാനോ എടുത്തുകൊണ്ടുപോകാനോ പറ്റത്തില്ല. അതാ ഫ്ലോട്ട് എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, T2 സ്റ്റേറ്റിൽ അഡ്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബസ് ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി RD ബാർ കൺട്രോൾ സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, RD ബാർ നിങ്ങൾക്ക് കാണാം, ഇവിടം വരെ അത് 0 ആയി നിൽക്കായിരുന്നു. T1 ഫുള്ള് 0 അല്ല, ഹൈ ആയി കിടക്കായിരുന്നു. T2 ലോ ആയി. കാരണം എന്താ, നമുക്ക് റീഡ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, ഡാറ്റ റീഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പൊ റീഡ് കമാൻഡ് കൊടുക്കാതെ എന്തായാലും ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് T2 അത് ലോ ചെയ്യും. ഓക്കെ, ലോ ആവും. പിന്നെ ഡാറ്റ എനേബിൾ ഗോസ് ലോ ടു എനേബിൾ ദ ഡാറ്റ ബസ് ബഫർ ഔട്ട്പുട്ട്. DN ബാറും ലോ ആവും ഡാറ്റ എനേബിൾ. അതായത് ഇനി തൊട്ടിട്ട് ഈ ഡാറ്റ ബസ്സിലേക്ക് ട്രാൻസീവർ റാമിൻ്റെ അകത്ത് നിന്നാണ് ഇപ്പോൾ റീഡ് ചെയ്തിരുന്നത്. റാമിൻ്റെ അകത്ത് റീഡ് ചെയ്തിട്ട് ഈ ബസ്സിൻ്റെ അകത്ത് എന്ത് കൊണ്ടിട്ട് കഴിഞ്ഞാലും അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലാണ് DN ബാർ. അപ്പോൾ DN ബാർ ട്രാൻസീവറിന് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഡാറ്റ എനേബിൾ, അതായത് ഡാറ്റ വാലിഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഇനി തൊട്ടിട്ട് കൊണ്ടുവരുന്ന ഇതിൻ്റെ അകത്തിൽ ഇഷ്യൂ ചെയ്യുന്ന. അപ്പോൾ DN ബാർ ലോ ആവും, അപ്പോൾ വാലിഡ് ഏരിയ മനസ്സിലാവും. എന്നിട്ട് പിന്നെ at the end of T2 ready signal is sampled. T2ന്റെ അവസാന ഘട്ടത്തിലായിട്ട് റെഡി സിഗ്നൽ ഹൈ ആക്കും. റെഡി സിഗ്നൽ ഹൈ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ മൈക്രോ പ്രോസസ്സറിന് ഹൈ സിഗ്നൽ കിട്ടും, ഹൈ എന്ന് പറഞ്ഞ കമാൻഡ് കിട്ടും. ഓക്കെ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡിവൈസ് അറിയിക്കുന്നതാണ് ഒരു, അതായത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ഓപ്പറേഷൻ അതിന് വേണ്ടി റെഡി ആണെന്നുള്ള കാര്യം അറിയിക്കുന്നതാണ് മൈക്രോ പ്രോസസ്സറിന്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് മനസ്സിലാവും. അങ്ങനെയല്ല നമ്മൾ മുമ്പ് പഠിച്ച റെഡി സിഗ്നലിന്റെ എന്തായിരുന്നു, ട്രാൻസാക്ഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള റെഡി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഡിവൈസുകൾ പ്രോസസ്സറിന് അറിയിക്കുന്ന സിഗ്നലാണ്. ഇനി T3 സൈക്കിൾ എന്ത് സംഭവിക്കും? allows access time for bringing data from memory to put it on data bus. At the end of T3 loaded data is transferred to 8086. T3 കുറച്ച് സമയം കിട്ടും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ റാമിൻ്റെ അകത്തിന് ഡാറ്റ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണ്ടേ, പ്രോസസ്സറിന് കൊണ്ടുപോയി കൊടുക്കണ്ടേ. അപ്പൊ ആക്സസ് ടൈം, അപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്തിന് എടുത്ത് അവൈലബിൾ ആക്കാനുള്ള ആക്സസ് ടൈം അതല്ല T3 നടക്കുക. T3ന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഡാറ്റ നിങ്ങൾക്ക് കാണാം, ഡാറ്റ AD0 ബാർ AD15 16 ബിറ്റ് അഡ്രസ് ബാർ ഡാറ്റ ബസിന്റെ മുകളിലല്ലേ ഡാറ്റ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ T3 സൈക്കിളിൽ ഡാറ്റ കൊണ്ടുപോകും, ലോഡ് ചെയ്തിട്ട് പിന്നെ ഡാറ്റ കൊണ്ടുപോകും. T4 എന്താ, എല്ലാം ഡീആക്ടിവേറ്റ് ആവും. ഓൾമോസ്റ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അങ്ങോട്ടേക്ക് T4ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് T4 തീർത്തോളണം. T4 കഴിഞ്ഞിട്ട് പിന്നെ കാത്തിട്ടാണ് T4 തീർക്കും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻഡ് ഓഫ് ദ റീഡ് ഓപ്പറേഷൻ. ഇതാണ് നമ്മുടെ മിനിമം മോഡിലെ A086 മൈക്രോ പ്രോസസറിന്റെ ടൈമിംഗ് ഡയഗ്രാം. റൈറ്റ് സൈക്കിൾ ആവുമ്പോൾ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇത് വേറൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതാ ടൈമിംഗ് ഡയഗ്രാമിൽ നിന്ന് ചെറിയ വ്യത്യാസം. ഇവിടെ ക്ലോക്ക് ഒക്കെ എങ്ങനെയാ വരച്ചിരിക്കുന്നത്, ഇവിടെ ക്ലോക്കിന് ചെറിയ വ്യത്യാസമുണ്ട്. അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ഇതിൽ വരച്ചാൽ മതി.
അപ്പം ഇതിനകത്ത് ഏലി ഇഷ്യൂ ചെയ്ത് കാണിച്ചത് ഏലി ഇങ്ങനെ T1 സൈക്കിളിൽ മാത്രമേ ഏലി ഉണ്ടാവും കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് റൈറ്റ് സൈക്കിളിന്റെ കേസ്. ആകെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ വ്യത്യാസം ഇവിടെ നിങ്ങൾ കാണുന്നത് ഡാറ്റ ട്രാൻസ്മിറ്റ് റിസീവ്. റീഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കണം പ്രോസസർ ട്രാൻസ്സീവറിന് കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം ഡാറ്റ റിസീവ് ചെയ്യുക. റൈറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇതിന്റെ വാല്യൂ എന്താ 1 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ് അറിയിക്കുക. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം, ഇവിടെ റീഡ് സിഗ്നൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ് ഓപ്പറേഷൻ ആകുമ്പോൾ അവിടെ എന്തായിരിക്കും, റൈറ്റ് സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുക. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം എന്നാൽ T3 അവിടെ റീഡ് ഓപ്പറേഷൻ നടത്തുന്ന ഇവിടെ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ ബേസിക്കലി. ഓക്കെ, ബാക്കി മിനിമം മോഡും മിനിമം മോഡിന്റെ റീഡും റൈറ്റും ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഓക്കെ, സോ ഇന്നത്തേക്ക് അത് മതി എന്ന് വിചാരിക്കുന്നു. എനിക്ക് തൊണ്ട പോയി. അപ്പൊ നിങ്ങൾ അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്തിട്ട് പോയിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ. sir. ഓക്കെ.